ഹലോ ഹലോ. നമസ്കാരം. ഇത് സാനിയോ എന്ന് പറഞ്ഞ മാഡം അല്ലേ? അതെ. എന്റെ പേര് ആഗ്നൽ എന്നായിരുന്നേ. ആ മാഡത്തിന് ഞാൻ നേരത്തെ കുറച്ച് നാൾ മുമ്പ് ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പൊ ഈ ഇന്നലത്തെ ഒരു വാർത്ത മാഡം കണ്ടായിരുന്നു, മിനർവ അക്കാഡമിനെ പറ്റി, തൃശ്ശൂര്. കണ്ടിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു പരിഹാരമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഞാൻ നേരത്തെ കോണ്ടാക്ട് ചെയ്തായിരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പരിഹാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് അലൈഡ് ഹെൽത്ത് സയൻസസ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട മാഡത്തിന് ഡോക്യുമെന്റ്സ് എല്ലാം അയച്ചെന്ന് ഒരു 6 മാസത്തിന് മുമ്പ് മാഡത്തിന് ഞാൻ പലതവണയായിട്ട് കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പൊ മാഡം അന്നേരം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതി അന്നെന്തോ പറഞ്ഞായിരുന്നു, എനിക്ക് തോന്നുന്നത്. ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഞാൻ വാർത്തയൊക്കെ കൊടുത്തിരുന്നു. അന്ന് ഹെൽത്ത് മിനിസ്റ്റർ പ്രതികരണം ഞാൻ പറഞ്ഞു ഞാൻ ഹെൽത്ത് മിനിസ്റ്ററുടെ പ്രതികരണം വെച്ചിട്ടായിരുന്നു ഞാൻ മാഡത്തിന്റെ അടുത്ത് പറഞ്ഞായിരുന്നത്. അതായത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും കൗൺസിൽ രൂപീകരിച്ച് തന്നില്ല എന്നായിരുന്നു മാഡം ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കിയായിരുന്നു, അതായത് ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ്. അപ്പം അതിനെ ക്രോസ് ആക്കുന്ന രീതിയിലുള്ള പ്രൂഫ് ഉൾപ്പെടെ ഞാൻ മാഡത്തിന് അന്ന് ഞാൻ തന്നായിരുന്നു. അപ്പം അന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. ഇപ്പൊ ഇന്നലെ ഈ പിള്ളേര് വാർത്ത ചെയ്ത് റിപ്പോർട്ടായി. എങ്ങനെയുണ്ട്? ഇത് ഞാൻ പറഞ്ഞത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ വിത്ത് പ്രൂഫ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്തത്. അല്ല, പക്ഷെ അന്ന് വാർത്ത കൊടുത്തില്ലായിരുന്നല്ലോ. ഇപ്പോഴെന്താ ഒരു സമയത്തല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, പെട്ടെന്ന് വീണ്ടും കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് അന്ന് കൊടുക്കാണ്ടിരുന്നത്. ഇപ്പത്തെ അഡ്മിഷൻ ടൈമാണ്. ഇതിപ്പോ മിനർവ് ഒരു സാധനമാണ്. ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട് ഇതേപോലെ. ഇപ്പോഴും ഞാൻ ചോദിക്കുവാണ്, വാർത്ത കൊടുക്കാൻ റെഡിയാണോ അല്ലയോ? വാർത്ത കൊടുക്കാൻ റെഡിയാണ്, പക്ഷെ ഇപ്പൊ നമുക്ക് ഇലക്ഷൻ സമയം ആയതുകൊണ്ട് അത്തരം വാർത്തകൾ ഇപ്പൊ അങ്ങനെ പോകുന്നില്ല, അതാണ് പ്രശ്നം. അടിപൊളി. ഇലക്ഷൻ സമയം ഒന്നും പറയാനില്ല.